അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 62ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ 500-ൽ പരം കലാപ്രതിഭകൾ അവതരിപ്പിച്ച മെഗാ ഷോ ഗാല 2026 അരങ്ങേറി. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 62ാമത് വാർഷികാഘോഷം ഗാല 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഏതു കമ്പോളക്കാരനും നിങ്ങളോട് മക്കളെ ആരാക്കുമെന്ന് ചോദിച്ചാൽ അവന്റെ പ്രൊഫഷനുകളെ കുറിച്ച് ആലോചിക്കാൻ നേരം കളയാതെ നെഞ്ചുയർത്തി പിടിച്ചവരോട് മറുപടി പറയണം. മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ, അത് ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന് പറയാൻ കഴിയുന്ന വിധം നമ്മുടെ നാട് മാറേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എബനേസർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികത്തിൽ നാം ഒത്തുചേരുന്നു. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ ജേതാക്കളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകളും എഡ്യൂക്കേഷൻ എക്സലൻസി അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. മഴുവനോട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിർവാഹക സമിതി അംഗം എൻ അരുൺ മുഖ്യപ്രഭാഷണവും ഫാദർ ജോർജ് മാന്തോട്ടം അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി, വാർഡ് മെമ്പർ പ്രതികല റെജി, PTA പ്രസിഡന്റ് NM നാസർ, MBTA പ്രസിഡന്റ് രേവതി കണ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു കുമാർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിമോൾ കെ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സ്കൂളിലെ 500-ൽ പരം കലാപ്രതിഭകൾ അവതരിപ്പിച്ച മെഗാ ഷോ ഗാല 2026 അരങ്ങേറി. പരിസ്ഥിതിയെ അടുത്തറിയാൻ വനത്തിലേക്ക് യാത്ര തിരിച്ച ഒരു സംഘം വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായി വഴിതെറ്റി കാടിന്റെ ആഴങ്ങളിൽ അകപ്പെടുകയും ബാലരമയിലെ പ്രിയ കഥാപാത്രങ്ങളായ കുട്ടൂസനെയും ഡാഗിനിയെയും വിക്രമനെയും മുത്തുവിനെയും ലൊട്ടാപ്പിയെയും പരിചയപ്പെടുന്നതും അവർ കുട്ടികളുമായി നടത്തുന്ന സംഭാഷണങ്ങളിലൂടെ ഇന്ന് നാം നേരിടുന്ന സമകാലിക പ്രശ്നങ്ങൾ, മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതകൾ തുടങ്ങിയവ വളരെ ലളിതമായും എന്നാൽ ഗൗരവമായും ചർച്ച ചെയ്യപ്പെടുന്നതിലൂടെയാണ് 500-ലേറെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ രംഗത്ത് അവതരിപ്പിച്ചത്. കാടിനെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് മാതൃക വിദ്യകൾ കൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ വിവേകം കൊണ്ടാണെന്ന വലിയ സന്ദേശമാണ് രംഗാവിഷ്കാരം നൽകിയത്. ഡാഗിനിയുടെയും കുട്ടൂസിന്റെയും തമാശകൾക്കിടയിലും അവർ പങ്കുവെക്കുന്ന പരിസ്ഥിതി പാഠങ്ങൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. 4 മണിക്കൂർ നീണ്ടുനിന്ന ഈ ദൃശ്യവിരുന്ന് വെറുമൊരു വിനോദമായിരുന്നില്ല, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പുതിയൊരു അനുഭവവും പാഠവുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.